എപ്പോഴും നെഞ്ചരിച്ചിലും വായ പൊളിച്ചു കേട്ടലും കൊണ്ട് ബുദ്ധിമുട്ടുകയാണോ നിങ്ങൾ? വരട്ടെ, അതെപ്പോഴും ഗ്യാസിന്റെ ബുദ്ധിമുട്ടാകാൻ സാധ്യതയില്ല. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിനി മേരിപ്പോൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഗേർഡ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസിനെ കുറിച്ചാണ്. വയറിന് മുകളിൽ ലോവർ ഈസോഫാജിയൽ സ്പിഞ്ചർ എന്ന് പേരുള്ള ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ് സാധാരണയായി ഭക്ഷണം വയറ്റിലെത്തിയതിനു ശേഷം അടയ്ക്കുന്നു. എന്നാൽ ഗേർഡ് ഉള്ളപ്പോൾ ഈ വാൽവ് ശരിയായി അടയ്ക്കുന്നില്ല. അതിനാൽ വയറ്റിലെ ആസിഡ് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ ഈസോഫാഗസിലേക്ക് വീണ്ടും വരുന്നു. ഇങ്ങനെയാണ് ഗേർഡ് ഉണ്ടാകുന്നത്. ഇനി ഇതിൽ പ്രധാനമായി കണ്ടുവരുന്ന രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണം കഴിച്ച ഉടനെ ഉണ്ടാകാവുന്ന നെഞ്ചെരിച്ചിൽ, വായിൽ അനുഭവപ്പെടുന്ന പുളിച്ചുതകട്ടൽ, ഉറക്കമില്ലായ്മ, അതുപോലെ തന്നെ രാവിലെ തൊണ്ടയിൽ ഉണ്ടാകാവുന്ന എരിച്ചിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ചെറിയ അളവിൽ പല പ്രാവശ്യമായി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കാതിരിക്കുക, മിനിമം ഒരു 2 മുതൽ 3 മണിക്കൂർ വരെയെങ്കിലും ഇടവേള ഇടുക, ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ജീരകമിട്ട വെള്ളം കുടിക്കുന്നത്, പിന്നെ ഉറങ്ങുമ്പോൾ തല ഉയർത്തി വെച്ച് കിടക്കുന്നതും നല്ലതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളും. എരിവുള്ളതും എണ്ണയിൽ വറുത്തു കോരിയതുമായ ഭക്ഷണങ്ങൾ, ചായ, കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായവയും, അമിതമായ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും സ്ട്രെസ്സും അസിഡിറ്റിക്ക് കാരണമാവാവുന്നതാണ്. ഗേർഡിന് ഹോമിയോപ്പതിയിൽ സുരക്ഷിതവും ദീർഘകാലപരമായ പരിഹാരമുണ്ട്. കൺസൾട്ടേഷന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി.